ഞാനൊരു കാര്യം അച്ഛനോട് ചോദിക്കട്ടെ, താങ്കൾക്ക് എന്തു മോറൽ റൈറ്റാ ഉള്ളത് പലതും പറയാൻ? താങ്കൾ പക്ക ഒരു ഫ്രോഡല്ലയോ? ആ ചോദിച്ചതിൻ്റെ അർത്ഥം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. ഈ ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയ അതിനകത്ത് കേസ് നേരിടുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനല്ലേ താങ്കൾ? ഏതെങ്കിലും ഒരു പാതിരി, ബോധമുള്ള ഒരു പാതിരി ഇതേപോലെ ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ പക്ക ഫ്രോഡായ ഒരു വ്യക്തിയാണ് താങ്കൾ. സ്വയമേ ഇന്റലക്ച്വലായിട്ട് ഭവിക്കാൻ ശ്രമിക്കുന്നു. അതായത് സഭയുമായിട്ട് അതിനൊക്കെ മുകളിൽ പറക്കുന്ന ഒരുത്തരാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കണം. താങ്കൾ എന്തു കോപ്പിലെ സെക്യുലറിസാ പറയുന്നത്? മാർപ്പാപ്പ പറഞ്ഞിന്, മാർപ്പാപ്പ എന്തൊക്കെപ്പാ പറഞ്ഞത്? മാർപ്പാപ്പ ചെയ്തതിൻ്റെയാണെന്ന് യൂറോപ്പ് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് മാർപ്പാപ്പയെ ബെൽജിയം ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനിയിലും അവിടെ കയറ്റാത്തത്. ഇതൊക്കെ താങ്കൾ പോയി എടുത്ത് നോക്ക്, മനസ്സിലാക്കി എന്താ ഇഷ്യൂ എന്ന്. ഈ കറണ്ടായിട്ട് നടക്കുന്ന ഇഷ്യൂസ്, മാർപ്പാപ്പയുടെ പല വ്യാഖ്യാനങ്ങളും പല സ്റ്റേറ്റ്മെന്റും ഈ പല രാജ്യങ്ങളും ഏറ്റെടുക്കുന്ന നോട്ടർഡാം ചർച്ചുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇനാഗുറേഷൻ എന്തുവാണ്? ഫ്രാൻസിലുള്ള കാത്തലിക്സിന്റെ സീനിയർ ആയിട്ടുള്ള ബിഷപ്സ് അവരെന്താ പറഞ്ഞെന്നറിയും? കാരണം ഞങ്ങൾക്ക് മാർപ്പാപ്പയെ ഇൻവൈറ്റ് ചെയ്ത് വരാൻ താല്പര്യമില്ല, അദ്ദേഹത്തെ ഈ മണ്ണിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്താണ് അർജന്റീന ഉണ്ടായെന്ന്? അർജന്റീനക്കാരനാണല്ലോ മാർപ്പാപ്പ, നേറ്റീവ് പ്ലേസ്. അവിടെ പോലും അയാളെ കയറ്റുന്നില്ല.